ഇപ്പോൾ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അജിൽ കോട്ടയിൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ അജിൽ കോട്ടയിൽ, നമ്മൾ വേനൽക്കാലത്ത് കേരളത്തിൽ പൊതുവിൽ ചൂട് കൂടുന്നു, കൊടും വരൾച്ചയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു പദമാണ്, നമ്മളത് ചർച്ച ചെയ്യാറുമുള്ളതാണ്. പക്ഷേ ഇത്തവണ ആദ്യ നാളുകളിൽ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുന്നു. അത് ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ പുറത്തു വരുന്നു. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിക്കുന്നത്? എന്തെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തവണ ആദ്യം തന്നെ പ്രകടമാണോ? അല്ല, വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമാണ്. കാര്യം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. അപ്പം ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായി റീജിയണൽ സ്കെയിലിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്നത്. നമ്മുടെ ഹലോ ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. സൗണ്ട് കിട്ടുന്നില്ലേ? ഹലോ ഹലോ ഡോക്ടർ അജിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അത് മറ്റൊരു ഗസ്റ്റ് സംസാരിച്ചപ്പോൾ കയറി വന്നതാണ്. ഡോക്ടർ അജിൽ സംസാരിക്കും. അപ്പം ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ട് തന്നെ റീജിയണൽ സ്കെയിലിൽ അതിനായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ ഒരു 1.5 ഡിഗ്രി മാർക്കിലേക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു എല്ലാ ലോകരാജ്യങ്ങളുടെ എല്ലാം എഫേർട്സ് എന്ന് പറയുന്നത്. 1.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ടൈമിന് വെച്ച് ഏകദേശം 1880 അല്ലെങ്കിൽ 90 വെച്ച് നോക്കുമ്പോൾ ഇപ്പോ 2024 ടെമ്പറേച്ചറോ അല്ലെങ്കിൽ 21 ടെമ്പറേച്ചറോ 1.5 ഡിഗ്രി മാർക്കിൽ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു എല്ലാ എഫേർട്സുകളും. പക്ഷേ ഇപ്പം തന്നെ നമുക്കറിയാം 2025 ഗ്ലോബൽ ടെമ്പറേച്ചർ 1.5 ഡിഗ്രി മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഗ്ലോബൽ വാർമിംഗിന്റെ ഫലം, അതിന്റെ തോത്, ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വർധനവ് നമ്മൾ ഉദ്ദേശിച്ചതിലും ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ അതിന്റെ ഒരു ഫലം, ആ ഒരു ആഗോള ടെമ്പറേച്ചർ ചേഞ്ചിന്റെ ഫലം എല്ലാ റീജിയൻസിലും നമ്മൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലും അത് കാണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണാവുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസങ്ങളോടുകൂടി തന്നെ ആ ചൂടിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലമൊക്കെ ജാനുവരി അല്ലെങ്കിൽ വിന്റർ മന്ത്സിലൊക്കെ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് എല്ലിനോട് ഫലമായിരുന്നു എന്ന് പറയാമെങ്കിലും ഈ വർഷം അങ്ങനെ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നില്ല. കാര്യം പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ചൂട് നമ്മുടെ സൂര്യനിൽ നിന്ന് വന്ന താപം അബ്സോർവ് ചെയ്തിട്ടുള്ള ചൂടാക്കുന്ന പ്രോസസ്സുകൾ മാത്രമല്ല, എക്സ്ട്രാ ആയിട്ടുള്ള പല കാര്യങ്ങളും ചൂട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലിനോ സദോൺ ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസമാണ്. പക്ഷേ ഈ വർഷം അങ്ങനെ അതൊരു ന്യൂട്രൽ സ്റ്റേജിലേക്കാണ്. പക്ഷെ എങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ അനുഭവപ്പെട്ട പോലെ തന്നെ ജാനുവരി ഫെബ്രുവരി മാസങ്ങളോട്ട് തന്നെ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസിന്റെ ഫലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ തീർച്ചയായിട്ടും ഇനിയുള്ള മാസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും കൂടുതൽ അതിന്റെ ഇൻഡെക്സിന്റെ ഇന്റൻസിറ്റി കൂടാൻ സാധ്യതയുള്ളത്. ഈ ഒരു മാസങ്ങൾ, ഈ വരും ദിവസങ്ങളിലായിരിക്കും. അതിനുള്ള കാരണം നമ്മുടെ സൂര്യന്റെ പൊസിഷനിങ് തന്നെയാണ്. സൂര്യൻ ഇപ്പോൾ സതേൺ പോൾസിൽ നിന്ന് നോർത്തേൺ ലാറ്റിറ്റ്യൂഡിലേക്കുള്ള ട്രാൻസിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് നോർത്ത് വേർഡിലേക്ക്, അതായത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സഞ്ചാരപാത. അപ്പൊ അതനുസരിച്ചിട്ട് പൊതുവെ സമ്മർ മന്ത്സിൽ അൾട്രാവയലറ്റ് റേസിന്റെ ഇന്റൻസിറ്റി കൂടും, സ്വാഭാവികമാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും ഈ അന്തരീക്ഷത്തിന്റെ ചൂടുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം അന്തരീക്ഷം ചൂടാകുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള വിസിബിൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതേപോലെ തന്നെ എർത്തിൽ നിന്ന് തിരിച്ച് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്രാറെഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിനെ ചൂടാക്കുന്നതിന്റെ മെയിൻ ഘടകം. അപ്പൊ അതിന്റെ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന്റെ ഫലമായിട്ടുള്ള ഇതായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അൾട്രാവയലറ്റ് രശ്മികൾ തന്നെ അത് ചില ദിവസം നമുക്ക് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, ചില ദിവസം കുറവായിരിക്കും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അന്തരീക്ഷത്തിലെ പല ഫാക്ടേഴ്സും ഉണ്ട്. അത് ക്ലൗഡിനെസിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് ആശ്രയിച്ചിരിക്കും. അന്തരീക്ഷത്തിന്റെ പൊടിവെള്ളങ്ങളുടെ കോൺസെൻട്രേഷൻ എത്രയുണ്ടെന്ന് ആശ്രയിച്ചിരിക്കും. അതേപോലെ തന്നെ ഓസോൺ ഉണ്ടാകുന്ന അതാണ് സാഹചര്യം. എന്തായാലും വിദഗ്ധരിലേക്ക് വരാം. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കണം, എങ്ങനെ ജാഗരൂകമാകണം എന്ന കാര്യം കൂടി പരിശോധിക്കാം. നമുക്ക്